എനിക്കൊന്നും അറിയില്ലായിരുന്നു, ഞാൻ ഉദ്ദേശിച്ചത് ഇതല്ല, ഇങ്ങനെയുമല്ല. പറയുന്നത് ഒരു ട്രെയിൻ അട്ടിമറിയുടെ കാര്യമാണ്. എന്നിട്ട് പറയുന്ന ന്യായങ്ങൾ കേട്ടിട്ട് നീ ശരിക്കും ബുദ്ധിയില്ലാത്തവനാണോ അതോ ഇനി അങ്ങനെ അഭിനയിക്കുന്നതാണോ എന്ന സംശയത്തിലാണ് ഇപ്പോൾ പോലീസ്. കൊല്ലം കുണ്ടറയിൽ റെയിൽവേ പാളത്തിൽ ടെലിഫോൺ പോസ്റ്റ് കണ്ടെത്തിയ സംഭവത്തിൽ പിടിയിലായ പ്രതികളുടെ മൊഴി പുറത്ത്. പോസ്റ്റ് മുറിച്ച് ആക്രിയാക്കി വിറ്റ് പണമാക്കുകയായിരുന്നു ഉദ്ദേശമെന്നും അതിനുവേണ്ടിയാണ് പോസ്റ്റ് പാളത്തിൽ കൊണ്ടുപോയി വെച്ചതെന്നുമാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞത്. ട്രെയിൻ കടന്നു പോകുമ്പോൾ പോസ്റ്റ് മുറിയുമെന്ന ധാരണയിലാണ് കൊണ്ടുവച്ചതെന്നും പിടിയിലായവർ പറഞ്ഞു. പക്ഷെ അതൊരു വല്ലാത്ത ചിന്തയായി പോയി. ട്രെയിൻ പോകുന്ന പാളത്തിൽ ഒരു കൂറ്റൻ പോസ്റ്റ് കൊണ്ടുവന്ന് വെച്ചിട്ട് മുറിച്ചു മാറ്റാൻ ചെയ്തതാണെന്ന്. മുൻപും ഇവർക്കെതിരെ ക്രിമിനൽ കേസുകൾ ഉള്ളതായി പോലീസ് അറിയിച്ചു. കുണ്ടറ സ്വദേശി രാജേഷ്, പെരുമ്പുഴ സ്വദേശി അരുൺ എന്നിവരാണ് പിടിയിലായത്. പോലീസിനെ ആക്രമിച്ച കേസിൽ പ്രതിയാണ് ഒരാൾ. പ്രതികളുടെ മൊഴിയെടുത്തെങ്കിലും സംഭവത്തിൽ അട്ടിമറി സാധ്യതയും കൃത്യത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നും അന്വേഷിക്കും. 2 പ്രതികൾ കസ്റ്റഡിയിലുണ്ടെന്നും ഇവരെ ചോദ്യം ചെയ്യുകയാണെന്നും കൊല്ലം റൂറൽ SP സാബു മാത്യു പറഞ്ഞു. പ്രതികളെ പിടികൂടുന്നതിൽ നിർണായകമായത് CCTV ദൃശ്യങ്ങളാണ്. 2 യുവാക്കളെ ചേർന്ന് റോഡരികിൽ കിടന്ന ടെലിഫോൺ പോസ്റ്റ് എടുക്കുന്ന വീഡിയോ പോലീസ് ശേഖരിച്ചിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സംഭവ സ്ഥലത്ത് നിന്ന് പ്രതികളുടേതെന്ന് സംശയിക്കുന്നവരുടെ CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പോലീസ് പിടികൂടിയത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. കുണ്ടറയിൽ ഓൾഡ് ഫയർഫോഴ്സ് ജംഗ്ഷന് സമീപത്തെ റെയിൽവേ പാളത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് കിടക്കുന്നത് പ്രദേശവാസിയായ യുവാവാണ് പോലീസിനെ അറിയിച്ചത്. റെയിൽവേ ജീവനക്കാരെയും വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് അവർ സംഭവ സ്ഥലത്തെത്തി പോസ്റ്റ് നീക്കം ചെയ്തു. 2 തവണയാണ് പോസ്റ്റ് റെയിൽവേ പാളത്തിൽ വെച്ചത്. സമീപത്തായ റോഡരികിൽ കിടന്ന പഴയ പോസ്റ്റാണ് പാളത്തിൽ കണ്ടതെന്ന് നാട്ടുകാരും പറയുന്നു. പാലരുവി എക്സ്പ്രസിനെ ലക്ഷ്യമിട്ട് നടന്ന അട്ടിമറി നീക്കമാണെന്ന് നിഗമനം. പാലരുവി എക്സ്പ്രസിനെ അപായപ്പെടുത്താനായിരുന്നു നീക്കമെന്ന് കോൺഗ്രസും BJPയും ആരോപിച്ചു. അട്ടിമറി നീക്കമാണെന്ന് സ്ഥലം MLA PC വിഷ്ണുനാഥും ആരോപിച്ചിരുന്നു. കസ്റ്റഡിയിലുള്ള ഒരാൾക്കെതിരെ 11 ക്രിമിനൽ കേസുകളും മറ്റൊരാൾക്കെതിരെ 5 ക്രിമിനൽ കേസുകളും ഉണ്ടെന്നും റൂറൽ SP പറഞ്ഞു. ഇനി ഇവരെ ഒരു തരത്തിലും പുറത്തുവിടാത്തതാണ് നല്ലത്. ഇങ്ങനെ പോയാൽ നാളെ പെട്രോൾ പമ്പിന് തീയിട്ടിട്ട് സിഗരറ്റ് കത്തിക്കാനും സാധ്യതയുണ്ട്.